ഹലോ ഗൈസ്, അപ്പോൾ GTA 5 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു ഓഫ് റോഡ് വീഡിയോ ഇട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കൊമ്പം ബസ് വെച്ചിട്ട് ഓഫ് റോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി വണ്ടിയാണ് കേട്ടോ. നമ്മുടെ സ്വിഫ്റ്റ് കാറായിട്ടാണ് ലോസ് ആൻഡോസിൽ. പിന്നെ സ്വിഫ്റ്റ് അങ്ങനെ ആരും കാണാറില്ല കേട്ടോ. എന്നാൽ ബസ് വെച്ച് പോയിട്ട് റൂട്ട് ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു, നമ്മൾ കാർ എടുക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ നമ്മുടെ കൊമ്പം ബസ് നന്നായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കാർ ഇതാ രണ്ടണേ പൈസ. നമ്മുടെ കാറ് ലുക്ക് ഉണ്ട്, മഞ്ഞ കളർ പെയിൻറ്റ്. അതിൻ്റെ മുന്നിലത്തെ ഹെഡ്ലൈറ്റൊക്കെ പൊളിച്ചു കിട്ടുക, നല്ല ഭംഗിയുണ്ട് കാണാം. പിന്നെ നിയോൺ ലൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടയർ ഞാൻ പ്രത്യേകം പറഞ്ഞു വെപ്പിച്ചാണ്, കാരണം കഴിഞ്ഞ കൊമ്പം ബസ്സിൻ്റെ വീഡിയോയിൽ വണ്ടി കയറാനായിട്ട് ഭയങ്കര സ്കിഡിങ് ആയിരുന്നു കേട്ടോ. അത് റേസിങ് ടയർ ആയതുകൊണ്ട് ഇതിന് ഓഫ് റോഡ് ടയർ നമ്മൾ പ്രത്യേകം പറഞ്ഞു വെപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പാട്ടൊന്ന് ഓഫ് ചെയ്യട്ടെ. എല്ലാ വണ്ടിയിലും പാട്ടുണ്ടാവേ. ഇവിടുത്തെ പാട്ടൊന്നും പിടിക്കില്ല കേട്ടോ. ഇവിടുത്തെ പാട്ട് ഫുള്ള് ബാൻഡ് പോലത്തെ. അയ്യോ, ഇനി വീണ്ടും തിരിച്ചെടുക്കണ്ടോ. ഓഫ് ചെയ്യട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാഷ് ആവും രണ്ടും കൂടിയിട്ട്. ഈ പാട്ടും എൻ്റെ സൗണ്ടും കൂടി ക്ലാഷ് ആവും ഗൈസ്. ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാണിച്ചു. ഉൾഭാഗം നോക്ക്, കറക്റ്റ് നമ്മുടെ സ്വിഫ്റ്റ് കാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. ഉൾഭാഗമൊക്കെ അതേപോലെ തന്നെ. ലോസ് ആൻഡോസിൽ ഈ കാർ അങ്ങനെ കണ്ടുവരാറില്ല കേട്ടോ. കറക്റ്റ് തന്നെ കേട്ടോ. ചെറുതായിട്ട് തോന്നും വണ്ടി, ഗെയിം ആയതുകൊണ്ട് ഓടിക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓഫ് റോഡിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വട്ടം പോയ സ്ഥലമാണ് കേട്ടോ. പക്ഷെ അവിടെ 2 റൂട്ടുണ്ട്. അവിടെ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊമ്പം ബസ് പോയ വഴിയാണ്. ആ വീഡിയോ കാണാത്തവർ പോയി കാണാട്ടെ. ഓക്കെ, രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് വേറെ സൈഡിൽ കൂടെ ആ മരപ്പണി ഫാക്ടറി ഉണ്ടല്ലോ, നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫാക്ടറിൻ്റെ പുറകുവശത്തു കൂടെ കേട്ടോ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ വഴിയാണ് കേട്ടോ പോകാൻ പോകണം. ആരെയും ഓണടിക്കണേ, ആരാടാ ഇയാളെന്തിന് ഇത്ര സ്പീഡിൽ ഓണടിച്ച് വരുന്നത് ഗൈസ്? ഗൈസ്, ഇവൻ എന്തിട്ട് കള്ളുടിച്ചിട്ടാണ് വണ്ടി പിടിച്ചത്. ആ പോസ്റ്റ് ഒറ്റ ഇടി. ഇവ ആള് കൊള്ളാട്ടെ, ഒറ്റ ഇടി അവിടെ പോയിട്ട്. എന്തോന്നാണ് ഗൈസ്. നമ്മുടെ കാർ നല്ല കൺട്രോൾഡ് ഇട്ടാ, തിരിക്കാനൊക്കെ ഭയങ്കര എളുപ്പം, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല മഞ്ഞ കളർ തിളങ്ങണം നമ്മുടെ കാറ്. ആൾക്കാരൊക്കെ കണ്ട് കിളി പോയിട്ടിരിക്കുക. ഇവിടുന്ന് നേരെ പോകണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ തന്നെ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാറിൻ്റെ സൈഡിൽ ഉണ്ടായി ചെറുതായിട്ടൊന്ന് ചളി തെറിച്ചിട്ടുണ്ടായിരുന്നു. അത് ആൾക്കാരിപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് ആൾക്കാർ സൈഡിൽ കൂടുമ്പോൾ ചളി തെറിപ്പിച്ചാൽ. പിന്നെ നമ്മുടെ കാറ് ഇങ്ങനെ മഞ്ഞ കളർ കണ്ടത് എടുത്ത് കാണിക്കും. അവിടെ റോഡിലൂടെയാണ് നടക്കണത്. കണ്ണുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ മരത്തിൻ്റെ ഫാക്ടറി എത്തിയിട്ടുണ്ട് കേട്ടോ. മൗണ്ട് ചില്ല ടൂറിസ്റ്റ് ട്രയൽ ഇവിടേക്ക് തന്നെയാണ് കേട്ടോ വയസ്സ് വഴി. ഇവിടെ വേറെ എന്തോ ബോർഡോ. മൗണ്ട് ചില്ല സെയിം ബോർഡാണ്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇങ്ങടെ ബോർഡ്. അപ്പോൾ ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാം ഗൈസ്. മരപ്പണി ഫാക്ടറി ഉണ്ട് ഗൈസ്. അവിടെ നിന്ന് ഇപ്പോൾ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം അത് വേണം, രാത്രിയിൽ വേണം. ഇതെല്ലാപ്പോഴും വേണം തോന്നുന്നു കേട്ടോ. ഇവിടുന്ന് ഇപ്പം നേരെ പോകണമെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോകട്ടെ ഗൈസ്. നേരെ പോയാലേ റോഡാ, നമുക്ക് ഓഫ് റോഡാണ് പോകണ്ടത്. എൻ്റെ അമ്മ ഇത് കൊള്ളാം. അവരെ മേൽക്കൂടെ കാറ് ഇവിടെ നിറച്ച് ജീവികളുണ്ട്. അത് എനിക്ക് ഓടിക്കാൻ പേടിയാ. അവരെ കൊന്ന സീനാ. ഈ വഴി പോയിട്ട് ഇത് കൊള്ളാട്ടെ. സ്കിഡിലും വഴിയാവാ. ഇവിടെ ഒന്നും ബസ് കയറാൻ ചാൻസ് കുറവാണ്. കൊമ്പം ബസ്സൊക്കെ കയറും. എൻ്റെ അമ്മുതമാനൊക്കെ ഓടിപ്പോണു. ട്രെയിൻ പോണ അതാ ട്രെയിൻ പോണു ഗൈസ്. ട്രെയിനൊക്കെ കൊണ്ടിട്ട് ഭയങ്കര ഒരു ഗ്രീനറി, പിന്നെ നേച്ചർ എഫക്റ്റ് അവിടെ. സിറ്റി പോലെയല്ലേ. ആരാണ് ഗൈസ് പാട്ട് പാടുന്നത് ഇവിടെ ഒരു ചേച്ചി നീങ്ങി കിടക്കും. എനിക്ക് കാറൊന്നും കൊണ്ടുപോകണമെന്നു. പട്ടിയൊക്കെ ഉണ്ട്. ചേച്ചി നീങ്ങി കിടക്കാൻ പറ്റുമോ? പോലീസാ? അല്ല, നീങ്ങിടന്നാ മതി ചേച്ചി. നീങ്ങിക്കാൻ ചേച്ചി പോലീസിനെ വിളിക്കല്ലേ. അയ്യോ, ചേച്ചിക്ക് മൂത്ത വട്ടാട്ടോ വയസ്സ്.
നമ്മളൊന്ന് നീങ്ങിടക്കാൻ പറഞ്ഞ പോലീസിനെ വിളിക്കുന്നു. എന്തോന്നാണ് കേസ്? ഓഹ്, ആ ചേച്ചിയുടെ മേലിൽ കൂടെ വണ്ടി വരണ്ടായിരുന്നു. പോലീസിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടാ. ഭഗവാനെ, എവിടെ പോയാലും സൗകര്യം തരില്ലല്ലോ. ഇതാ കേസ്, മരപ്പണി ഫാക്ടറിയിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. ഇതാ ആൾക്കാരൊക്കെ ഇരിക്കണം ഇവിടെ, ജോലി എടുക്കും വെച്ചാൽ. എൻ്റെ അമ്മ, ഈ വഴിയാണ് നമ്മൾ മറ്റേ കൊമ്പൻ ബസ്സിൻ്റെ വീട്ടിൽ വരുമ്പോൾ വന്നത്. ഇവിടുന്ന് നേരെ ഈ സൈഡിൽ പോയിട്ട് കയറേണ്ടി വരും. ഈ വഴിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്തോ വഴിയാണ്ടല്ലോ. നമുക്ക് എന്നാലും ഈ വഴി കയറിപ്പോവാം. ഈ വഴിയാന്ന് തോന്നുന്നു. ഇത് മേലേക്കുള്ള വഴി തന്നെ ഗൈസ്. നമ്മുടെ വണ്ടി ചളിയൊക്കെ ഉതിർപ്പിച്ച് കേട്ടോ പോണ്. എൻ്റെ അമ്മ, സീനിട്ട് തിരിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഏറ്റവും സ്കിഡാവും. പിന്നെ ഓഫ് റോഡ് ടയറായതുകൊണ്ട് പിന്നെ സീനില്ല. ഇവിടെ നിറയെ ആൾക്കാർ ട്രക്കിങ്ങിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കതാ സത്യം പറഞ്ഞാൽ അവിടെ കാറല്ല, ഓർഡറല്ല ഗൈസ്. ആ മരപ്പണിക്കാർക്ക് വരെ കാറ് താഴെ വെച്ച് നടന്നു വരണം. നമ്മൾ പിന്നെ കാറെടുത്ത് നമുക്ക് പിന്നെ VIP ആണല്ലോ അവിടുത്തെ ഗൈസ്. മരപ്പണി ഫാക്ടറി രാത്രി ആരും എന്തില്ലാത്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് രാത്രി കാറ് വെച്ച് നടന്നു വരാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല. പാമ്പോലും കടിക്കും. അത് കാരണം കൊണ്ടായിരിക്കാം പേടിച്ചുണ്ടന്മാർ. ഈ വഴി കൊള്ളാട്ടാ. ഇത് മറ്റേ അവിടേക്ക് പോകണ വഴിയാണ്. എൻ്റെ അമ്മ, ഈ വഴി പൊളിക്കൂട്ടതാവും. ഇങ്ങനെ ഓടിച്ചാൽ പണിയാണല്ലോ. ഇങ്ങനെ ഓടിച്ചാൽ കൺട്രോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ അമ്മ കൊള്ളാട്ടാ. നമ്മളെന്നാളെ കണ്ട ഗുഹയൊക്കെ ഉണ്ട് അവിടെ. എന്തൊട്ട് മരത്തടിയാണല്ലേ. ഇവിടെ ആൾക്കാർ മരം വെട്ടിയിട്ടാണ്. നോക്കി മരം വെട്ടിയിട്ടാണ്. ആകെ കുറച്ച് മരം ഇവിടെയെങ്കിലും ഉള്ളു. ഇനി ഇതും കൂടി വെട്ടാൻ ബാക്കിയുള്ളൂ കള്ളന്മാർ. എൻ്റെ അമ്മ കൊള്ളാട്ടോ. അതാ ആൾക്കാരൊക്കെ ബാഗൊക്കെ വെച്ച് നടന്നു പോകുന്നു. അതൊക്കെ സൈക്കിൾ വരുന്നു. സൈക്കിൾ വെരി ഗുഡ്. നിർത്താന്ന് ഞാൻ സൈഡിൽ കൂടെ പോടാ. സൈഡിൽ കൂടെ കേസ് നമ്മുടെ വണ്ടി തന്നെ താഴേക്ക് പോകണണ്ട. കേസ് തന്നെ വണ്ടി താഴേക്ക് ഇറക്കായോണ്ടേ തന്നെ വണ്ടി താഴേക്ക് പോകണം. സൈഡിൽ കൂടെ മണ്ടങ്ങണ വാട്ട് ഗേസ്. അവൻ അതും ഇടിച്ച് തിരിച്ചു. അവന് സൈഡിൽ കൂടെ പോരെ. അവൻ നമ്മുടെ കാറിന് പുഷ് കൊടുത്തു കേട്ടോ. അയ്യോ, അതിൻ്റെ മേലിൽ കൂടെ തന്നെ ഗേസ്. ഞാൻ ഇത് തൊടുന്നില്ല കേട്ടോ. തന്നെ വണ്ടി ഇറങ്ങിപ്പോണതാ. അവനിടിച്ചവിടെ വണ്ടി നിന്നുണ്ട്. എൻ്റെ അമ്മോ ഗേസ്, അവന് സൈഡിൽ കൂടെ പോയാൽ മതി. അവൻ്റെ പരട്ട സൈക്കിള് അല്ല അവന് ഗേസ്. അവന് സൈഡിൽ കൂടെ എന്നിട്ട് നമ്മുടെ വണ്ടി മട്ടിയിടി. നമ്മുടെ വണ്ടിയാണെങ്കിൽ പുറത്തേക്ക് പോകണു ഇടി ഇട്ടിട്ട്. ഏതാ നോക്കി. എൻ്റെ ഈ വഴി ഫുള്ള് ഇതാണ് കേട്ടോ. അയ്യോ, ഇവിടുന്നൊക്കെ വീണ സീനാട്ടോ. ഇവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ ഈ ക്യാമറയിൽ ഓടിച്ചു നോക്കട്ടെ കേട്ടാ. ഇത് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഇത് വഴി കാണുന്നില്ല. അപ്പുറത്തെ കൊക്കയ്ക്ക് പോകാണ്ടിരുന്നാൽ മതി. അയ്യോ ഭഗവാനെ, അയ്യോ പോയി. എൻ്റെ അമ്മോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടാ. ഇങ്ങനെ ഓടിച്ചാൽ നമ്മളെ താഴെ കൊക്കെ എന്ത് ഹൈറ്റ്. താഴെ പോയാൽ വെള്ളച്ചാട്ടത്തേക്ക് വീഴാം. ഇത് മാപ്പിൻ്റെ എൻ്റെ തോന്നുന്നു കേട്ടോ. ഇതാണ് മാപ്പിൻ്റെ എൻ്റെ. അവിടെ എന്ത് വലിയ മലയൊക്കെ. എൻ്റെ അമ്മോ, വ്യൂ നോക്ക്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ താഴേന്ന് തുടങ്ങി ഇപ്പോൾ ഇതുവരെ എത്തി. ഇത് ഭയങ്കര ടഫ് വഴിയാണ് കേട്ടോ. അയ്യോ, നിൽക്ക്. എൻ്റെ അമ്മ, ചാടിക്കഴിഞ്ഞാലേ പിന്നെ കൺട്രോൾ കിട്ടില്ല. നമ്മൾ ഫുള്ള് മേലിക്കാറിന്. നമ്മൾ സൈഡിൽ കൂടെ ഓടിക്കണേ. ഏതാ സീസണിൻ്റെ ആൾക്കാരൊന്നും കാണില്ല ഇവിടെ. ആരെങ്കിലും ഉണ്ടെങ്കിലും ഒരു ധൈര്യം ഉണ്ടായേനേട്ടാ. ഇനി ഇവിടുന്ന് ഇപ്പം എങ്ങനെയാണ് നമ്മളെ വണ്ടി തന്നെ പുറത്തേക്ക് പോകണു. ചളിയൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ നിന്ന്. ചളി നമുക്ക് കഴുകി എടുക്കാം. ഫ്രാങ്ക്ലിൻ വീട്ടിൽ വെറുതെ കുറച്ച് നേരം പണിയെടുക്കട്ടെ. ഇല്ല അവന്. അയ്യോ, സ്കിഡാവല്ലേ. അയ്യോ, വഴിമത്ത് കൺട്രോൾ. ഓഫ്, ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ. വൈബാണ്, ഫുള്ള് വൈബ്.
മലേൻ്റെ മേൽക്കിട്ട് നമ്മൾ താഴെ ആരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതോ ജമ്പിങ് പീക്ക് അങ്ങനെ എന്ത് പറഞ്ഞിട്ട് എന്തൊരു പീക്ക് ഉണ്ട്. അതായത് മൗണ്ടൻ്റെ അവസാനത്തെ ഒരു സ്ഥലം, എന്തോ മൗണ്ട് പീക്ക് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് സ്ഥലം. അവിടേക്ക് എത്തിയ പിന്നെ അവിടെ നല്ല തണുവും കാറ്റൊക്കെയാണെന്ന് പറയണത്. അവിടെ എത്താൻ പറ്റുമോ നോക്കട്ടെ. അവിടേക്ക് എന്തോ അയ്യോ ഗൈസ്, നൈസായിട്ട് നമ്മളെ ആ മൗണ്ട് പീക്ക് ഈ കയറാനുള്ള കാർഡ് എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ല, ഇവിടെ നല്ല ദൂരമുണ്ട്. ഭഗവാനെ പെട്ടൂലോ. നമുക്ക് എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് പറഞ്ഞു നോക്കാട്ടെ. നമ്മൾ പുതിയ കാറിൻ്റെ അതെടുക്കാൻ മറന്നു. പക്ഷെ ഇപ്പം എന്താ ചെയ്യുക? ഈ എണ്ണനായിട്ട് നീങ്ങി നടക്കൂല. എണ്ണ നീങ്ങിക്കോടുന്നു. എടോ തനിക്ക് നീങ്ങി കിടന്നോളാടോ, എന്നെ പോലീസ് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്താ അവൻ്റെ ഒരു പട്ടി പോണു അവിടെ. ഹലോ ബോ നീങ്ങിക്കട മോനെ. ഓഹ് എൻ്റെ മോയ്സ്, നമ്മൾ കാർഡ് എടുക്കാൻ പറഞ്ഞ എൻ്റെ പണി കിട്ടിയിട്ടിരിക്കുക. പീക്ക് എവിടെയാണാവോ? ഇതാണോ പീക്ക്? ഇതല്ലല്ലോ, ഇതല്ലാട്ടോ പീക്ക്, ഇതെല്ലാം തോന്നുന്നു. ഇവിടുന്ന് നേരെ തിരിച്ചിറങ്ങാൻ പറ്റുമോ? നൈസായിട്ട് വഴി തെറ്റിയുണ്ട് കേട്ടോ. ഭഗവാനെ, വണ്ടി പുറകെ കയറണില്ലല്ലോ. കയറ്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയുണ്ട് കേട്ടോ. കാർഡ് എടുത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് വഴിയും തെറ്റി. ഭയങ്കര അവസ്ഥ. വണ്ടി പുറകെ കയറുന്നില്ല കേട്ടോ, പുകയൊക്കെ വരുന്നുണ്ട്. അയ്യോ ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെ വണ്ടി കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് വേറെ വഴി തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മറ്റേ പീക്കിൻ്റെ സ്ഥലം തോന്നുന്നു. നമ്മൾ മാപ്പിൻ്റെ അറ്റത്തെത്തിയിട്ടാ. ഇതാണ് മാപ്പിൻ്റെ അറ്റം. ഇനി അങ്ങോട്ട് വഴിയില്ല. അറ്റത്തേക്ക് എന്തോ റോഡ് ഉണ്ടെന്നാണല്ലോ. നല്ല വ്യൂ ആട്ടോ ഈ സൈഡ് നോക്കിയേ. മാപ്പ് അവിടേക്ക് ഇനി ഓഷ്യനാ, പസഫിക് ഓഷ്യനാ തോന്നുന്നു. ഫുൾ ഓഷ്യൻ. ഓക്കെ, ചില്ലാട് മൗണ്ടൻ സ്റ്റേറ്റ് ഇവിടെ എത്തിയാൽ കണ്ട പസഫിക് ഓഷ്യനാ. കൊള്ളാട്ടത് മാപ്പിൻ്റെ അറ്റത്. ഇവിടെ നോക്കാൻ വീണ പിന്നെ നോക്കണ്ട ഗൈസ്. അയ്യോ, ഇവിടുന്ന് തിരിക്കാൻ ബുദ്ധിമുട്ടാട്ടോ. സൈലൈസ് നമുക്ക് കത്തിച്ചു വിടാം ശീലം. ഇവിടെ മരമുള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഇടിച്ചു വെക്കും. അയ്യോ, ആ പീക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തോ കാർഡ് കൊടുക്കണം എന്നാട്ടോ പറയണേ. അല്ലെങ്കിൽ അങ്ങോട്ട് കേട്ടില്ല. ഭഗവാനെ പെട്ട മാനൊക്കെ. പീക്കിൻ്റെ സ്ഥലം ഇവിടെയാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ കേട്ടില്ല, അപ്പം ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. അയ്യോ ഗൈസ്, ഇവിടെയാണ് കേട്ടോ പീക്ക്. അവിടെ എന്തോ ടവറുണ്ട്, അവിടെയാണ് കാർഡ് കൊടുക്കണമെന്ന് തോന്നുന്നു. നമുക്ക് ആളുടെ അടുത്തൊന്ന് കാര്യം പറഞ്ഞു നോക്കാം. പക്ഷെ ഫോട്ടോ എടുക്കാനും പറഞ്ഞു കേട്ടോ. ഗൈസ്, നമ്മൾ ആ കാർഡിൻ്റെ ഫോട്ടോ എങ്കിലും എടുത്തു വയ്ക്കുന്നു. അയ്യോ ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ കാർഡ്? നമ്മൾ കാറിലും വെച്ചിട്ടില്ല. പുതിയ കാറിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ പെട്ടുപോയിട്ടാ. അയ്യോ, നമ്മളാണെങ്കിൽ അവിടെ ടവറിൻ്റെ മേലൊരു അണ്ണ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നമുക്ക് അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു നോക്കാം. ആ അണ്ണ അറിയാം, അവർ കാർഡ് വേണമെന്നാണ് ടൈസ് പറയണത്. കാർഡ് ചേട്ടാ, ഞാൻ ഒന്ന് പറയണം, ഇറങ്ങി സംസാരിച്ച് നോക്കാം. ചേട്ടാ, അത് ഞാൻ കാർഡ് എടുക്കാൻ മറന്നു, പക്ഷെ എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ട് സത്യമായിട്ടും. അവർ പോവാനാണ് ടൈസ് പറയണത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യൊക്കെ, ഏതെങ്കിലും വണ്ടി വരാണെങ്കിൽ അതിൻ്റെ പുറകെ വെച്ച് പിടിക്കാം. അപ്പോൾ അവർ തുറന്നു തരായിരിക്കും. സത്യം പറഞ്ഞാലേ നമ്മൾ പെട്ടുകൂട്ടോ. കാർഡ് എടുക്കാനും മറന്നു. ഓക്കെ, നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. മാനൊക്കെ വന്നിട്ടുണ്ട്. ആ ആള് പറയണ മനസ്സിലായി. ആള് ആട്ടി വിട്ടുകൊണ്ടിരിക്കുക പോവാൻ പറഞ്ഞിട്ട്. എന്നൊക്കെ അപ്പളെങ്കിലും എൻ്റെ കൈ കിട്ടുമ്പോൾ കത്തിച്ചു വിടണം. ഞാൻ കണ്ടോ, നമ്മൾ ഇതുവരെ പറഞ്ഞാൽ വെറുതെ ആവാൻ പാടില്ലല്ലോ. എനിക്ക് തരാടാ ഞാൻ. ഓക്കെ, നമ്മളൊരു വണ്ടി പോയപ്പോൾ തുറന്നിട്ടുണ്ട് കിട്ടുക. ഇതിൻ്റെ അകത്തേക്ക് നൈസായിട്ടൊന്ന് കയറി നോക്കാൻ പോവുക. എന്താ നടക്കണം നോക്കണ്ടേ. അയ്യോ പെട്ടു അവർ വെടി വയ്ക്കുന്നു. അയ്യോ, റിവേഴ്സ് അടിക്കുക പോ. ഗൈസ്, മാപ്പിൽ എനിമീസ് വന്ന് തുടങ്ങി. അയ്യോ ചെല്ലു ഓടിക്കുക. എവിടെയും കണ്ട മുഴുവൻ ഓടാൻ കേട്ടോ ഗൈസ്. അയ്യോ വീഴല്ലേ.
അയ്യോ ഗൈസ് വണ്ടി താൻ പോണു. അയ്യോ നിൽക്ക് അവിടെ ഇടിച്ചേക്ക്. ഓഫ് ഗൈസ് നമ്മളെ പെട്ടിരിക്കട്ടെ. ഞാൻ പ്രതീക്ഷിച്ച ഗൈസ് അവർ നമ്മളെ വെടിവെക്കാൻ തുടങ്ങി. ഓഫ് ഭാഗ്യം പോലീസൊന്നും വന്നില്ല. അവർ നമ്മളെ വെടിച്ചു ഗൈസ്. ഇതുവരെ വരുന്നത് നമ്മൾ കയറിയിട്ട് സ്കൂളിലോ അവർക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി. അവർ വെടി വെക്കണം ഗൈസ്. നിങ്ങൾക്കുള്ള പണി തരാടാ ഞങ്ങൾ. ഗൈസ് നമ്മൾ ഏതെങ്കിലും ഉടായിപ്പോയി കയറും എന്ന് പറഞ്ഞാൽ കയറും ഗൈസ്. മലേൻ്റെ മേലല്ലേ, മലേൻ്റെ മേലേക്ക് എങ്ങനെയെങ്കിലും എത്താം ഗൈസ്. നമ്മൾ ഇതുവരെ വരണമെങ്കിൽ അത് കണ്ടിട്ട് ഗൈസ് പോകുള്ളൂ. ഉണ്ടോ ഇല്ല ഗൈസ്. അവർ കാര്യം പറഞ്ഞാൽ വെടി വെക്കണം. അവർ പണിയായി. ഓഫ് ഓക്കെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അവരെ പുറകു വശമാണിത്. ഇവിടെ പോകാൻ കുറച്ച് പേടിയുണ്ട് കേട്ടോ. ഈ ടവറിൻ്റെ ആ വഴിയാണ് എൻട്രൻസ്. ആ ടവറിൻ്റെ പുറത്തേക്കുള്ള വഴി കൂടെ കാർഡ് കൊടുത്തിട്ട് ഈ വഴിയിലേക്ക് എത്താം. അങ്ങനെയാണ് നമ്മൾ മറ്റേ മൗണ്ട് പീക്കിലേക്ക് പോയി. ഈ വഴിയാണെന്ന് തോന്നുന്നു. ഈ വഴിയാണ് കേട്ടോ. അവരറിഞ്ഞിട്ടില്ല, അവർ ഇത്രയും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ പറഞ്ഞില്ല ഏതെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടുപിടിക്കും. നമ്മളതിൻ്റെ മേലിൽ കൂടെ ഒക്കെ കറങ്ങിയിട്ടാണ് വന്നത്. നിറയെ നേരം എടുത്തു. ആൾക്കാർ അവിടെ എത്തിയില്ല കേട്ടോ. ഇതാണ് തോന്നുന്നു മൗണ്ട് പീക്ക്. ചേട്ടൻ മൗണ്ട് പീക്ക് ചേട്ടൻ മൗണ്ട് പീക്ക് ഇതല്ലേ? മൗണ്ട് പീക്ക് ശരി ഓക്കെ. ഇതാണ് കേട്ടോ മൗണ്ട് പീക്ക്. നമ്മളിവിടേക്ക് എത്തിയിട്ടുണ്ട്. മൗണ്ട് പീക്ക് സീനാണ് കേട്ടോ. കിട്ടില്ല സ്ഥലം, എനിക്ക് ഇഷ്ടമായി. കൊള്ളാം, നല്ല കിട്ടില്ല സ്ഥലം. ഡാ ശിവൻ പച്ച ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേക്കുന്നു. അയ്യോ നമ്മുടെ കാറും പോയാൽ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല തോന്നുന്നു. അയ്യോ ഓക്കെ നമ്മുടെ വണ്ടി കണ്ടിട്ട് ചവനേ അതിൻ്റെ ഇടയ്ക്ക് പച്ച ഡ്രസ്സ് ഇട്ട് വന്നേക്കും മരത്തിൻ്റെ ഇടയിൽ. ഒന്ന് ഫോട്ടോ എടുക്കാം കേട്ടോ. ഇതുവരെ വന്നല്ലേ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകട്ടെ. നമ്മുടെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് മൗണ്ട് പീക്കിൻ്റെ മേലെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാം. ഓക്കെ ആദ്യം ഇവിടുത്തെ ഒരു ഫോട്ടോ എടുക്കട്ടെ. വ്യൂ നോക്ക്. ചേച്ചീനെ വളർത്തണ്ട. ചേച്ചി ആ ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് കയറി വന്നേക്കുന്നു. ചേച്ചി എന്ത് ചാടാണ്. ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറിയിരുന്നു. നമുക്ക് സെൽഫി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സെൽഫി ഇവിടെ സെൽഫിയും കൂടെ ഓണാക്കിയിട്ടുണ്ട്. അപ്പം ഹലോ ഗൈസ്, നമ്മൾ മൗണ്ട് പീക്കിൻ്റെ മേലെ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ അതാ നമ്മുടെ ആ പെണ്ണുകൊണ്ട് നമ്മുടെ കാറും മതി ഗൈസ്. സെയിം ഫോട്ടോ കേട്ടോ. നല്ല രസമുള്ള ഫോട്ടോ. എന്താ ചേച്ചി നിറഞ്ഞ നേരെ കേട്ടോ ഷോ ഇറക്കണം. താങ്ക് യു. എന്തിനു താങ്ക് യു? താങ്ക് യു അല്ലേ? ഇനി വേണ്ട, ഇനി ഫോട്ടോ വേണ്ട. അവർ താങ്ക് യു എന്ന് നമ്മൾ നമ്മുടെ ഫോട്ടോ എടുത്തു തന്നെ. താങ്ക് യു. താങ്ക് യു ഗൈസ്. നമ്മൾ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ. ഉണ്ടോ? എനിക്കുള്ള ഗിഫ്റ്റ് തരാം. അവിടെ നിൽക്കട്ടാ. എന്നിട്ട് നീ താങ്ക് യു പറഞ്ഞാൽ മതി. ടാറ്റ ബൈ ബൈ. ഗൈസ് അവൾക്ക് നമ്മൾ സ്വർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ താങ്ക് യു പറഞ്ഞില്ലേ ഗൈസ്? അവൾ സ്വർഗം കണ്ടിട്ടുണ്ട് കേട്ടോ. അതിനായിരിക്കും അവൾ താങ്ക് യു പറഞ്ഞു. അല്ല പിന്നെ ഓക്കെ സാർ. അടുത്ത ആളൊന്നിട്ട് ഷോർക്കും എനിക്കും വേണം ഒരു താങ്ക് യു. അയ്യോ പാവം ചേച്ചി. ട്രക്കിങ്ങിന് വന്നതാ. ട്രക്കിൻ്റെ അകത്ത് പോകേണ്ടി വരും ഇനി. ഈ ചേച്ചി ഉരുണ്ട് പോകണു. അവിടെ പോണു. ഇപ്പോൾ വീഴും. തുമ്പത്ത് കിടക്കണ്. നിന്നെ വെടി വെച്ചിട്ട് തന്നെ വരും. എന്തടി പോയി വെടി വെച്ചപ്പോൾ താഴെ പോയിട്ട് അത് തന്നെ സ്വർഗം കണ്ടുണ്ടോ? താങ്ക് യു പറയണ്ട. യു ആർ ഓൾവേസ് വെൽക്കം. ഇല്ല മനേഷ്, നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. താങ്ക് യു ഇത് നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ ഈ വഴിയാണ് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കും. ഒറ്റ ചാട്ടത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യേണ്ടി വരും. ചടിക്കോ. അയ്യോ പൊട്ടിത്തെറിക്കല്ലേ. ഭാഗ്യം സൈഡ് കൊടുത്തിട്ടാണ്. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. നോക്കി യോഗ ചെയ്യണ പോലെ. പക്ഷെ കിടക്കണ രീതി നോക്ക്. നോക്ക് എൻ്റെ തലേമ കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ മെയിൻ കൂടെ ടയറേറ്റം എല്ലാവരും. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടേ? എൻ്റെ അമ്മ ഇവിടെ വെച്ചല്ലേ നമ്മുടെ അന്നാൾ വണ്ടി പൊട്ടി തീർച്ചയായും അത് ഇവിടെ വെച്ചിട്ടല്ലേ? ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഗൈസ്. അന്നാൾ നമ്മൾ
കൊമ്പൻ ബസ്സിൽ വരുമ്പോൾ വണ്ടി പൊട്ടി തെറിച്ചിട്ട് എൻ്റെ നെഞ്ചി കത്തിയത്. ഓ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അവിടെയാണോ ഇവിടെ വെച്ചിട്ടാണോ? ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. അവിടെ വെച്ചിട്ടല്ല, സോറി. ഓക്കെ, നമ്മൾ ഈ വഴി പിന്നെ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഈ വഴി നമ്മൾ കൊമ്പൻ ബസ്സിൻ്റെ അതിട്ട് വന്നതാ. ഈ വഴി സീനില്ല, ഈ വഴി ഈസി. ഈ വഴിയൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. അയ്യോ, ഇനി ഇവിടെ എന്തോ പാലം കണ്ടേ, അതാ ഇത് ട്രെയിൻ പാലമാണെന്ന് തോന്നുന്നു. ഈ വഴി പിന്നെ നമുക്ക് ഈസി ആട്ടാ. ഇത് കൂടെ ഇവിടെ വെച്ചാൽ നമ്മുടെ ബസ് എന്നാൾ പെട്ടേ. ഇപ്പോൾ കാറായതുകൊണ്ട് വേഗം തിരിയുണ്ട്. എന്നാലും ബസ് പെട്ടത് ചെക്കൗട്ട് ചെയ്തോട്ടെ. ഇത് കൺട്രോൾ അടക്ക പോകണ്ടിട്ട്. ഇറക്കത്തിൽ ഈ വണ്ടി ഓട്ടോമാറ്റിക് താഴെ പോവുക. ബ്രേക്ക് ഇടേണ്ടി വരുന്നു. അയ്യോ, ഇത് കൂടെ നമ്മളെ കൊമ്പൻ ബസ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലേ അത് വലിയൊരു അപ്രിസിയേഷനാണ് കേട്ടോ. എന്നും ഇവിടെ മാനുകളുണ്ടാവും കേട്ടോ. ഇത് നമ്മളോട് പേടിക്കണേ. ഇനി നിൽക്കും, എനിക്കൊന്ന് പോണമെന്നുണ്ട്. അയ്യോ, അതിപ്പോൾ വീണില്ലേ അത്? മാന് കൊള്ളാട്ടാ. നീക്ക്. അയ്യോ, നമ്മളതിനെ ഇടിച്ചിട്ടുണ്ട് കേട്ടോ നൈസായിട്ട്. കുഴപ്പമില്ല, അത് എനിക്കുണ്ടാവും. ഇങ്ങോട്ട് നോക്കാണ്ടിരുന്നാൽ മതി. ഭാഗ്യം പോലീസൊന്നും ഒന്നുമില്ല കേട്ടോ. ഈ വഴി ഈസി കണ്ട. ഇവിടെ ബ്രിഡ്ജൊക്കെ ഉണ്ട്. അയ്യോ ബെസ്റ്റ് ഉണ്ട്. വണ്ടി തിരി. നമുക്ക് ചെറുതായിട്ടൊന്ന് ബാലൻസ് വെച്ചപ്പോൾ വണ്ടി കൺട്രോൾ ഇട്ടിട്ടെ 2 ടയറിൽ നിൽക്കാൻ തുടങ്ങി. ഭാഗ്യം വെള്ളത്തേക്കൊന്നും പോയില്ല. ഇവിടെ വണ്ടികളൊക്കെ കൊണ്ടിട്ടാ ലുക്കുണ്ട് വണ്ടിക്ക്. നിങ്ങൾ വിചാരിക്കണ ചളി അവിടെയാണ്. അവിടെ ഒരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലെന്നാണല്ലോ. ഈ മലേൻ്റെ മേലാണ്ട് നിറയെ വെള്ളമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നൈസായിട്ട് ഇറക്കിയാണ് കേട്ടോ. എടാ നീ ചളി പോലീസ്, ഞാൻ സഹിക്കാം. ഇവൻ്റെ വണ്ടി നിർത്താനല്ലേ, ഞാൻ നിർത്തിയിട്ടുണ്ട്. അയ്യോ, തോക്ക് നമുക്ക് പേടിയില്ല. പോലീസ് എവിടെ വെച്ചോ, ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്. അയ്യോ, നമുക്ക് വേണ്ടിയിട്ടാ. നമ്മൾ വണ്ടി കഴുകിയതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചളി വീണ്ടും പോയി. ബെസ്റ്റുണ്ട്. ഇതേതാണ് ഇരുമ്പ് കഷ്ണം? വാട്ട്? ഈ ഇരുമ്പ് കഷ്ണം, കമ്പി പോലത്തെ വണ്ടി നമ്മുടെ വണ്ടീനെ, ആ വലിയ വണ്ടീനൊക്കെ ഒറ്റയടിക്ക് നീക്കി വെച്ചേക്കുന്നു. എന്ത് പവറിലെ വണ്ടിയത്? കിടില വണ്ടി കിട്ടത്. അവിടെ മരത്തിൻ്റെ ഫാക്ടറി എത്തിയിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞ ഈ ഏരിയ മുഴുവൻ നമ്മൾ ചുറ്റി. അതും മലേൻ്റെ മേലെ ഹൈ റേഞ്ചിൽ വന്നിട്ട്. അത് വലിയ കാര്യം കേട്ടോ. അത് കൊള്ളാം. വണ്ടി കഴുകാൻ വെള്ളത്തിലിറക്കിയായിരുന്നു. പക്ഷെ വീണ്ടും ചൊല്ലി. ഇനി വീട്ടിൽ പോയിട്ട് കഴുകണം. വൈകുന്നേരമായിട്ട് നമ്മൾ രാവിലെ തുടങ്ങിയതാ. അയ്യോ ഇടയ്ക്ക് കൺട്രോൾ പോണ സീനുണ്ട്. അതാ വണ്ടിയുടെ അടിഭാഗമൊക്കെ ഉണ്ടായി, സൈലൻസറൊക്കെ. എൻ്റെ അമ്മ, ഇവിടെ ആൾക്കാരൊക്കെ വൈകുന്നേരം വരുന്നു കേട്ടോ. രാത്രി ഒന്നും ഇവർക്ക് പേടിയില്ല ഗൈസ്. നല്ല രസമായിട്ടാ രാത്രിയിലൊക്കെ വരാൻ. എൻ്റെ അമ്മ, ഇത് കൊള്ളാം. ഇവിടെ ഒറ്റ വണ്ടി ഇപ്പം കാണിച്ചോ. എൻ്റെ അമ്മ, പക്ഷേ ഈ വണ്ടി സ്പീഡിൽ വന്നിട്ട് തിരിക്കാൻ പാടില്ല കേട്ടോ. ഈ വണ്ടി സ്പീഡിൽ വന്നിട്ട് തിരിച്ചാൽ ഇങ്ങനെ കൺട്രോൾ ഇട്ട് പോകേണ്ടി വരും. ഇത് ഭയങ്കര സീനാണ്. രാത്രി പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ആണല്ലോ എന്ന് തോന്നുന്നു. സാലൈസ് നമുക്ക് കാണിച്ചല്ല. അതാ വ്യൂ നോക്കുക. അറ്റത്ത് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ. ഇവിടെ ഇവരൊക്കെ രാത്രിയിലാണ് ടേസ്റ്റ് വരുന്നത്. ഇവരൊക്കെ വീട് അടുത്തായോണ്ടെന്ന് തോന്നുന്നു. നൈസായിട്ട് ആ വണ്ടീനെ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഹെഡ്ലൈറ്റ് പൊട്ടിയിട്ടുണ്ട്. സാരില്ലേ, നോ പ്രോബ്ലം ഗൈസ്. അയ്യോ, ഇവിടെ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഏരിയ കേട്ടോ. നമ്മുടെ ട്രവറണ്ണൻ്റെ ശത്രുക്കളത് ബൈക്ക് റൈഡേഴ്സിൻ്റെ ഏരിയ.
നമ്മളെ ബൈക്ക് റൈഡേഴ്സിനെ അടിച്ച് പൊളിക്കണ വീഡിയോ ഇട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്തോളാം ഗൈസ്. സോ ഗൈസ്, ഇപ്പോൾ നമ്മളത് അവിടെ നമ്മുടെ മൗണ്ടെയിൻ ഓഫ് റോഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.